ഹലോ, നമ്മള് മറ്റേ സ്കീ റിസോർട്ടിലെ കാഴ്ചകളെ സമയത്ത് ഇപ്പൊ നമ്മൾ അടുത്ത വന്നിരിക്കുന്നത് ഗീഹാർ മൊണസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം യൂസ് ഒന്നുമില്ല, ഇപ്പൊ റണ്ണിങ് ഒന്നുമല്ല, ഇപ്പൊ ഇവിടുത്തെ വേറും കാണണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഇവിടെ തന്നെ മൊണസ്ട്രി എന്ന് തന്നെ വിളിക്കുന്നത്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, കാണിച്ചു തരാം. ഇത് എങ്ങനെ കൊണ്ട് വെച്ചോ എന്തോ മലയുടെ മേളിൽ കുരിശത്. ഇവിടെ കുറെ സൊവിനിയേഴ്സ് ഒക്കെ, കുറെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മൊണസ്ട്രിയിൽ വരുമ്പോഴേ നമ്മൾ കുറച്ച് ക്രോസുകൾ ഇവിടെ കാണാം. ഈ ക്രോസുകളിനെയൊക്കെ അവർ പറയുന്നത് ഹച്ച് കാർട്ട് എന്നാണ്, ഹച്ച് കാർട്ട്. പക്ഷേ ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ അതിൻ്റെ റെപ്ലിക്കാസ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഈ ഹച്ച് കാർട്ട്സ് ഒക്കെ ഇവിടെ കണ്ടുപിടിച്ചത് ഈ മലകളുടെ ഇടയിൽ നിന്നൊക്കെയാണ് ഇവർ പണ്ട് ഇത് കണ്ടുപിടിച്ചത്. കണ്ട അതിൻ്റെയൊക്കെ ഇയറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, പക്ഷെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ ചിലപ്പോൾ മേളിൽ കാണും, ചിലപ്പോൾ കാണത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു സിമെൻ്റ് ഒക്കെ വെച്ചുണ്ടാക്കിയ, പക്ഷെ ഒറിജിനൽ ഉണ്ടാക്കിയത് സ്റ്റോൺ വെച്ചിട്ടാണ്. പണ്ടത്തെ ആൾക്കാർ ഇത് ക്രേവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു ഹച്ച് കാർട്ട്സ്. ഇതിന്റെ മേലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹോളി വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഹോളി വാട്ടർ നമുക്ക് കുടിച്ച് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം എന്നാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് സാധിക്കാം, ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല. അത്ര എനിക്ക് ഈ മലയുടെ മേലിലാണ് ഈ മൊണസ്ട്രി ഉള്ളത്. എനിക്ക് ഇപ്പൊ കാണുമ്പോഴത്തേക്ക് വൈക്കിങ്സ് സീരീസ് ആണ്. ആൾക്കാരാണ് black is like dark color too, and it was the tradition that monasteries would be in a dark and like minimalism colors. Here we've got the holy water. ഇവിടെ ആണ് ഹോളി വാട്ടർ ഉള്ളതെന്നാണ് പറയുന്നത്. പോലീസൊക്കെ തോന്നും ഇത് കണ്ടിട്ട് ഹോളിയായിട്ട് തോന്നുന്നില്ല. Here is a water and you can go there and drink. It's drinkable. Clean water, drinkable. ഈ ഒഴുകി വരുന്നതൊക്കെ ഹോളി വാട്ടർ എന്നാണ് പറയുന്നത്. ഇവിടെ ആൾക്കാർ ഇത് കുടിക്കുന്നു ഒക്കെയുണ്ട്. അവിടെ നിന്നാണ് ഈ ഹോളി വാട്ടർ വരുന്നത്. കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചൊക്കെ പോയിരുന്നു കുടിക്കുന്നു. എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇത്ര ആൾക്കാർ വെള്ളം കുടിക്കാണ്ട് തോന്നിക്കുന്നു. So, how old is this chapel? Sorry? How old is the chapel? As I told you, it's built in 13th century. 13th century. No, it's 21, so... You can imagine, yes.
because of the earthquake. And in 12th century, Persian. അങ്ങനെ ഹോളി വാട്ടർ കണ്ടു. ഇതൊക്കെ നോക്കി, അതൊക്കെ എങ്ങനെ ക്രേവ് ചെയ്തെടുക്കാം. ഇപ്പോൾ റണ്ണിങ് ആണ് കേട്ടോ. ഇവരൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഒരു മൊണസ്ട്രിയാന്ന് പറയത്തില്ല, പക്ഷെ ഒരു മൊണസ്ട്രി തന്നെ ഇവരെ വിളിക്കുന്നത്. ഇപ്പം റണ്ണിങ്ങല്ല, ഒരു മണിയൊക്കെ ഉണ്ട് ഇവിടെ. എന്താ കയർ അങ്ങോട്ട് വലിക്കുന്നത്, അവിടെ നിന്ന് വലിക്കുന്നേ ആയിരിക്കും. ചേർക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ എന്താ പറയട്ടെ. ഇവിടെ ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അല്ല, കുംഭസാരം ഫലം നടന്ന സ്ഥലമാണോ ആണെന്ന് തോന്നുന്നു. ഏരിയ തന്നെ തോന്നുന്നു. ഈ പഴയ ക്രേവിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആദ്യം പൊളിഞ്ഞു പോകും എനിക്ക് തോന്നിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ അറയുടെ അകത്തുനിന്ന് രണ്ടാമത്തെ അറ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ അറ. അവിടെയും ഒരു പുരുഷനുണ്ട്. This is traditional Armenian altar, but because they don't use this, Okay. like that. So these cross was built when the church was built, right? Yes. Okay. അപ്പോൾ അത്രയും വഴക്കമുള്ള ക്രോസ് ആയിരിക്കും. എത്ര? 13th century. 13th century. Between 1215 to 1225, monastery built. Okay. ഇവിടെയൊക്കെ എന്തോ സ്പേസ് ആണ്. അവിടെ കയറാൻ പാടില്ല, അവിടെ കുരിശ് വെച്ചിട്ടുണ്ട്. See, well, so many crosses. And in Georgia, for example, Georgian churches are decorated with frescoes, and we use the carves as an exterior details. However, in Armenia, you can see carves inside and outside of the church, and it's their tradition. Now you can see the old and original Hajj card in the entries, and then nature. ഇവിടെ ഒറിജിനൽ ഹജ്ജ് കാർഡില്ല, നമ്മൾ നേരത്തെ പുറത്ത് കണ്ട. ഇവിടെ നമ്മളെ നേരത്തെ റോട്ടി വെച്ച് കണ്ടില്ലേ, അല്ല വഴി വെച്ച് കണ്ടില്ലേ ഹജ്ജ് കാർഡ്, ഒരു കുരിശ്, അത് റെപ്ലിക്കയാണ്. ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇവിടെ ഉണ്ടെന്നാണ് പറയുക. അത് നോക്കാം. So in Armenia there were so many invisitors, Arab people, also Mongols, also Turk Seljuks. They wanted to take Armenia's territory, and because of that, and they were destroying their buildings, their churches, Christian things. So Muslims, they were trying to destroy it. Yes. Okay. And Armenians found this way to save their history.
Okay, otherwise the history will be vanished. Sorry? Otherwise the history will be vanished. Yes. Like in Okay. Georgia also, so many history of just because of ഈ സംഭവങ്ങളൊക്കെ പണ്ട് അറബികൾ ഇവിടെ വന്നിട്ട് ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനും നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ക്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അർമേനിയൻ ലാംഗ്വേജിലാണ്, അതും ഏൻഷ്യൻ ലാംഗ്വേജിലാണ്. അത് ആർക്കൊക്കെ മനസ്സിലാവുമെന്നറിയില്ല. ഇപ്പോൾ ജോർജിയയിലും ഇതേപോലെ പള്ളികളിൽ ഇതേപോലെ ഒരു ക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഭിത്തികളിലൊക്കെ ആയിട്ട്. അതാകുമ്പോൾ ഇത് അവർക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ലെന്നാണ് ഇവരുടെ വിശ്വാസം. ഇന്നത്തെ കാലത്ത് അതൊക്കെ എളുപ്പമാണ്, പക്ഷേ വിശ്വാസം നല്ലതാണ്. ഇതൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന കുരിശുകളാണ്. our enemies before, for example, with Turkey. ഓക്കെ, ഇത് പറയുന്നത് ഈ കുരിശുകൾ മൗണ്ടനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്നതാണ്. പക്ഷെ കുരിശ് റോഡിലാണ് വരുന്നതെങ്കിൽ ആ ആൾ മരിച്ചുപോയി എന്നാണ് അർത്ഥം. എന്തെങ്കിലും മരണം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട്. There are many gods. Yeah. In Christianity, we've got only one God. The God is God. However, God has two another sides. One is Jesus Christ, and one is the Holy Spirit. And if in Catholicism these three things are different, like these are three person God, not person, but three things: Holy Spirit, God, and God of the Son, Jesus Christ. In Orthodox Christianity, we believe that these three things are different, but also they. നമ്മളങ്ങനെ ഗേഹാർട്ട് മൊണസ്ട്രിയിൽ മനോഹരമായ കാഴ്ചകളും അവിടുത്തെ ഹോളി വാട്ടറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളടുത്തത് പോകുന്നത് ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളടുത്ത് പോകുന്നൊരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്, ഗാർണി ടെമ്പിൾ. അതും ഇവിടുത്തെ ഏറ്റവും പഴക്കം കൂടിയ ഒരു ടെമ്പിളാണത്. അതും കൂടെ പോയി കാണാം. എൻ്റെ മോനെ, അതിൻ്റെ മണ്ടയ്ക്കൊക്കെ എങ്ങനെയാണ് അവർ കൊണ്ട് കുരിശ് വെച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ട് മനസ്സിലാകും. ഇന്നത്തെ കാലത്താണെങ്കിൽ പിന്നെയും അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഇപ്പോൾ എങ്ങനെ കയറി വെച്ചാൽ റിസ്ക് ഭയങ്കര. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, നിങ്ങൾ ഈ കാണുന്നില്ലേ, അതാണ് പണ്ട് മോങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ് മൊണസ്ട്രി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കണ്ട മൊണസ്ട്രി വന്നത്. അതൊരു കേവിൽ അവർ ക്രേവ് ചെയ്തുണ്ടാക്കിയതായിരുന്നു അന്നത്തെ മൊണസ്ട്രീസ്. പക്ഷേ മറ്റേ ഉരുൾപൊട്ടൽ വന്നിട്ട് ഉണ്ടായ സമയമില്ലേ, ആ സമയത്താണ് ഇതൊക്കെ നശിച്ചു പോയതെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അകത്ത് കണ്ട ഒരു വലിയ കൂറ്റം ഇതൊക്കെ എന്തോ വീലോ ഇതെന്താണെന്നാ ചേച്ചി ചോദിച്ചില്ലല്ലോ. വല്ല പോസ്റ്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? അങ്ങനെ അത്രേ ഉള്ളൂ ഓസ്ട്രേലിയ കാഴ്ചകൾ. ഇതിൻ്റെ ഒറിജിനൽ ആട്ടോ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കണ്ടത്. എവിടെയാണ് പാപ്പ പാട്ട് പാടുന്നത്? അവരൊക്കെ ടയർഡായപ്പോൾ ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. 4:30. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മറ്റേ ടെമ്പിളും കൂടെ ഒന്ന് പോയി കാണണം. എനിക്കൊന്ന് അതും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു ഇന്നത്തെ ഡെസ്റ്റിനേഷൻസ്. അതിൽ മേലോട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഗാർണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഗാർണി ടെമ്പിൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് അതൊക്കെ നേരത്തെ പോയി. ഞാനിവിടെ കഥയും പറഞ്ഞ കാഴ്ചകളും കണ്ടു നിന്നപ്പോൾ സമയത്ത് അവർ നടന്നു പോയി. പക്ഷെ ഇന്നലത്തെ ടൂർ ഗൈഡിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇന്നത്തെ ടൂർ ഗൈഡാട്ടാ. പക്ഷെ പുള്ളിക്കാർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണോ. അവരൊക്കെ കുഴപ്പമില്ല. എല്ലാവരും പുള്ളിക്കാരി പറയുന്നതൊക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്.
പക്ഷെ പുള്ളിക്കാരി പറയുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിനപ്പന്നെ അച്ഛനേതൊക്കെ അടിയാവും, ഇല്ലാത്തുള്ളതിലൊക്കെ നമുക്ക് ഒഴിവാക്കാം. അയ്യോ, ഇവിടെ കുറേ വിൻറ്റേജ് കാറുണ്ട് കേട്ടോ, അതേപോലെ കാണിച്ചു തരാം. 31029. ഇതൊക്കെ ഏത് മോഡലാണോ കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. കൂടുതലും വിൻറ്റേജ് കാണാം. അവിടെ കിടക്കുന്നത് കഴിയും. ബെൻസിൻ്റെ C1X ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ലല്ലോ. അവിടെ പോലും ഇതൊക്കെ പഴയ പ്രതാപകാരികളുടെ ഇപ്പം അതൊന്നും കിട്ടിയ പ്രതാപം. Modern cars, they prefer to buy Russian old cars. Why? I don't know. They think that Russian old cars are better than. Of course, Russian cars are always better. ഓ അതുകൊണ്ടാണ് റഷ്യയിലെ പഴയ കാറൊക്കെ ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആൾക്കാർക്ക് പുതിയ കാറുകൾ വാങ്ങിക്കാൻ പറ്റും, എന്നിരുന്നാലും അവർക്ക് റഷ്യൻ ഓൾഡ് കാറാണ് എപ്പോഴും ബെറ്റർ എന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. സത്യമാണ്. കേവ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത ഗാർണി ടെമ്പിൾ കാണാൻ വേണ്ടി. ഇവിടെ നമുക്ക് ടിക്കറ്റിന് പൈസ ഉണ്ട്. ഒരാൾക്ക് 1500 ഡ്രാം വെച്ചിട്ട് പേയ്മെൻറ്റ് ഉണ്ട്. 1500 അല്ലടാ, 1500 ഡ്രാം വെച്ചിട്ട് നമുക്കിവിടെ പേയ്മെൻറ്റ് ഉണ്ട്. എന്തായാലും അതൊന്ന് എടുത്തിട്ട് നോക്കാം. ഇതുണ്ടോ? What is this? This is just coins. Of Armenian coins? Sorry? Armenian coins? No, it's just souvenir for the with Garni temple and the Garni symbol. Okay. The tickets here. Nobody? We go. No need? ഓക്കെ, ടിക്കറ്റ് അവിടെ കൊടുത്ത് അവിടെ സ്കാൻ ചെയ്യലാണ് പരിപാടി. നമ്മൾ ടിക്കറ്റ് അവിടെ കൊടുത്തിട്ട് കയറും. ഇതാണ് ഗാർണി ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇതെല്ലാം കല്ലാണ്. International Prize for Safeguarding and Managing Cultural Landscapes. Do you know what it is? The 2011 UNESCO Greece Millennium Mercury's International Prize for the Safeguarding and Management of Cultural Landscape has been awarded to the Historical and Cultural Museum Reservation of Garni. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. അയ്യ, ചേച്ചിയുടെ ഹിസ്റ്ററി പറയുമ്പോൾ നോക്കട്ടെ. Uh, 24 unique columns, and these 24 columns means that in a day you got 24 hours in one day. There was a big earthquake in 17th century and whole temple destroyed. However, in 20th century, archaeologists find the parts of the temple and they collect the temple. Some original parts are here. The ruins are original ruins. However, they could not use that and they changed some parts. But it's because we say that the temple is original one from 1st century BC. By the way, when Armenia became Christian country, there was many pagan temples and all collapsed. However, Garni temple is the only temple which survived because the king had the residence here
king made the fence around. He had Romanian bath next to the temple, and he did not want to destroy everything here. So it was like miracle. One pagan temple survived in Armenia. The view from here is really beautiful. You will see the view, and next to the temple it's Romanian bath. History of the Romanian bath you can see in the small building after the temple, and you can enjoy the view and the temple. ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ. So it's a Greek Romanian because the temple is Greek temple. However, the bathroom was Romanian. ഓക്കെ, ഗ്രീക്ക് റൊമാനിയൻ. Yeah. അർമേനിയയിൽ ഒരു ഏക റിമൈൻ ചെയ്യുന്നത് ഗ്രീക്ക് റൊമാനിയനാണ്. ഗ്രീക്കിൻ്റെ രീതിയിലുള്ള സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, അവരുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതൊക്കെ ഇതിന് മുമ്പ് ഇതിൻ്റെ ബാക്കി റിമൈൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആ എർത്ത് വന്ന് മൊത്തം പൊളിഞ്ഞ് തകർന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരതൊക്കെ എടുത്ത് അവിടെ അടുക്കി വെച്ചു. ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു പോയി. അടിപൊളി ടെമ്പിളാണ്. പക്ഷേ ഇത് കണ്ടിട്ട് വേറെന്തോ പോലോ. എനിക്ക് കണ്ടിട്ട് എൻ്റെ മുട്ടിൻ്റെ അത്രയുണ്ട്, എൻ്റെ മുട്ടിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, വീതിയില്ല. എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. There was a statue of Mithras, the Greek sun, god of the sun. And where is the statue now? It's destroyed. It's destroyed. The ഭാഗത്തായിട്ട് During the earthquake in 17th century, Mithras statue destroyed. And as I told you, building also was collapsed. However, ആ ഭാഗത്തായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഡോണ്ട് പുട്ട് കോയിൻസ്. അയാൾ കോയിൻസ് ഒന്നും ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ബിലീഫ്സും കാര്യങ്ങളൊന്നും. അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അത് ഈ എർത്ത് വന്നപ്പോൾ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഈ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ്. അവസാനം അവരത് റീബിൽഡ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ പറഞ്ഞത്. അതാണ് പലതും പല ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ പോയിട്ടാ കൊള്ളാം. സ്ട്രിക്ട്ലി ബാൻഡ് ടു ക്ലൈംബ് ദ walls. ഇതിൻ്റെ മണ്ടയിലൊന്നും കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ കയറിയപ്പോൾ എന്തോരം പോകണം. ഇതിൻ്റെ മേലിലൊക്കെ ക്രേവിങ്സ് ആണ്, കാർവിങ്സ് ആണ്, ക്രേവിങ്സ്. In Romanian bath, they've got the mosaic on the floor, and you can see the original parts of the mosaic inside. It's moved from real bath to here, to this building, and also inside this small movie how the bath was working, and you can watch that. Hayır, dur de ben de.
അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇവിടെ പഴയ മൊസൈക്ക് വെച്ചിട്ട് മൂവ് ചെയ്ത എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൂവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. So this is also the mosaic of the from the middle bathroom, and here you can see the movie. So to that now Ancient Armenians, like the Greeks and Romans, highly valued baths as places for cleansing and healing the body, as well as holding meetings, political discussions, and performing rituals. Built in the 3rd century, this royal bath consists of 5 rooms in consecutive order. The structure of the bath is the duplication of hypocaust system common to ancient Rome, curated with water supply, heating and drainage. The first room is the antechamber dressing room, a poditerium, followed by the cold water room, frigidarium, the warm water room, tepidarium, the hot water swimming room, caldarium, and eventually the steam room, sudatorium. The fire heated the water in the boilers above the furnace, and through the brick pillars, the emitted heat and smoke flowed under the basin with hot water, then in reduced heat under the basin with warm water, eventually in its lowest heat, reaching under the floor of the basin with cold water. Both the brick pillars backing the floor and 2 layers of large slabs of fire brick tiles placed on the pillars sustained the heat for quite a long time, evenly heating the bathing rooms. The smoke also heated the walls before escaping through the roof. It's of special importance to draw attention to the one-of-a-kind mosaic, the only fully preserved example of this type of artwork in the territory of Armenia, featuring natural stones of 15 different colours. The central part of the mosaic depicts sea deities Oceanus and Tethys and other mythological figures. The Greek inscription reading "We worked without any pay" suggests that the mosaic was gifted to the king. അത്രേ ഉള്ളൂ. എടാ ഇത് അവർ മുമ്പ് ഫ്ലോർ ഹീറ്റ് ചെയ്യാനും വെള്ളം ഹീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന മൊസൈക്കിൻ്റെ ഒരു ഇതാണ്, അവശിഷ്ടങ്ങളാണിത്. അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താണ് ഈ സാധനം. ഇതിങ്ങനെയായിരുന്നു മുമ്പ്. ഇതാണ് ഇവിടുത്തെ പഴയ മൊസൈക്ക്, ആ ഫ്ലോറ്. എത്ര വർഷമായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? ഗാർണിഷ് ടെമ്പിൾ കണ്ടു, അവിടെ ഉണ്ടായിരുന്ന കുറേ നശിഞ്ഞു പോയ കുറേ അവശിഷ്ടങ്ങൾ കണ്ടു. പിന്നെ പിന്നെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റേ മൊസൈക്കിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത് 5:18 ആകുമ്പോഴത്തേക്ക് വണ്ടിയുടെ അങ്ങോട്ട് വരണമെന്നാണ് പറഞ്ഞത്. ഇപ്പം മണി 5:14. അപ്പം ടൈമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് വല്ല കുറച്ച് സുവീനിയേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ചിലപ്പോൾ റൂമിലോട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു സ്ഥലത്തോട്ട് പോകും. നോക്കണം. എന്തായാലും അടുത്ത വിശേഷം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.